നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ സർവ്വശക്തനായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് വളരെ ഉയർത്തി ഒരുമിച്ചിട്ടെല്ലാം ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കണമേ, നിരകാലിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, ഇത് നവംബർ മാസമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ചില മാസങ്ങളും ഒന്ന് നോമ്പ് കാലം, പ്രത്യേകിച്ച് ശുദ്ധീകരണാത്മാക്കളുടെ മാസമായ നവംബർ മാസം. ശരിക്കും ഈ മാസം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് പറയാവോ, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഈ മാസം? ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. വ്യാഴാഴ്ചക്കാർക്ക് ഞാൻ എല്ലാ പ്രാവശ്യം വ്യാഴാഴ്ച വല്ലപ്പോഴും വരുള്ളൂ. വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല, ദൈവമേ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയും എന്നുള്ളത്. പറയാൻ പറ്റും. ഞാൻ അവിടെ തമിഴിൽ നിന്ന് ഓടി വരാണ്. പട്ടശ്ശ പാവം ഇവിടെ നിന്ന് കഴിഞ്ഞ് അങ്ങോട്ട് ഓടി ചോദിച്ചതിപ്പോ ഇവിടേക്ക് ഷക്കീനയിൽ നിന്ന് മരണത്തെ അന്ത്യവിധിയെ കുറിച്ച് പറയാം. ഞങ്ങളിങ്ങനെ ഓടി വരണം. നിങ്ങൾ ഫ്രഷാണ് അല്ലെ? നിങ്ങളുടെ വായലുകൊണ്ടൊന്നും അവനെ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് വെള്ളമെടുത്ത് നിന്നത് അവിടെ നിന്ന് ഓടി തരണം. നേരത്തെ കുളിച്ച് അവിടുത്തെ ശുശ്രൂഷനും കൂടി ഓടി വരും. അപ്പൊ ജീവൻ തരണം ഞങ്ങൾക്ക്. അല്ലെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അച്ഛനെ അങ്ങനെ അച്ഛനെ ഈ ഒത്തിനായിട്ടല്ല. അപ്പൊ ഞാൻ ചോദിക്കാം, ശരിക്കും ഈ മാസം നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്? ശുദ്ധീകരണ ആത്മാക്കൾ, മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി. ഞാൻ നമ്മൾ ചോദിക്കുന്നത്, ഒരു വ്യക്തിയുടെ വിധി പ്രസ്താവിച്ചിട്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു വ്യക്തിയുടെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എടുത്തൊരു വിധി കഴിഞ്ഞു. എന്താണ്? ഒരു കുഞ്ഞു കൊച്ചിനെ ആലുവയിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത്? വായിച്ചോ നിങ്ങൾ? ഇന്നലെ നടന്ന ഒരു പേപ്പറിലെ സംഭവം. പേപ്പർ വായിക്കുന്നവർ എത്ര പേരുണ്ട്? അവർക്കെങ്കിലും അറിയായിരിക്കും. വലിയ തലക്കെട്ടുകളോ അല്ലെ? എന്തുണ്ടായി? എന്തുണ്ടായി? വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇനി അത് മാറ്റാൻ പറ്റും? പറ്റൂല. പറ്റും ചിലർക്ക്. നിയമം എങ്ങനെയാണ്? അത് പറ്റുന്ന പറഞ്ഞിട്ട് ഞാൻ ആ മാറ്റുന്നവരോടാണ്. അവൻ മരണം വരെ തൂക്കിലേറ്റപ്പെടുന്ന ശിക്ഷ വിധിക്കും. അങ്ങനെ 21 പേരുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ ശിക്ഷയുമായിട്ട് മരിക്കും. കുറച്ചുകാലം ജീവപര്യന്തം കിടക്കും. 1 വർഷത്തിന് 1 ലക്ഷം കിട്ടിയില്ലെങ്കിൽ ശിക്ഷ പിന്നെയും കൂടും. അപ്പോ അങ്ങനെ വിധിക്കപ്പെട്ട വ്യക്തികളെ രക്ഷിക്കാൻ പാടാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നും സിമിത്തേരി പോകുമ്പോ ഈ സിമിത്തേരിയിൽ ഇതുപോലൊരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കവാടം ഇല്ലേ? അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? എന്തായാലും ഈ നവംബർ 2 തീയതി പോയിട്ടുണ്ടല്ലോ വീട്ടിലേക്ക് എത്തിക്കാൻ. നമ്മൾ ആ സിമിത്തേരി കയറുമ്പോ അവിടെ ഇങ്ങനെ കവാടത്തിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇടവക പള്ളിയുടെ ബുള്ളറ്റിനും അതേ കേട്ടിട്ടായിരിക്കും മിക്ക ബുള്ളറ്റിനും. എന്താണ് ആ സെന്റൻസ്? ഇന്ന് ഞാൻ അടുത്തിരിക്കുന്നവർക്ക് ശരിക്കും കൊടുത്ത് പറഞ്ഞു, ഇന്ന് ഞാനും പോകും, നാളെ നീയും കൊടുക്കും. ഇന്ന് ഞാൻ നാളെ. ഇത് മരിച്ചവര് പറയുന്നതല്ല, ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവര് പറഞ്ഞൊരു വാചകം. നിങ്ങൾ കേട്ടോ, ഈ മരിച്ചവരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ വലിയ ഓഫീസ് വെക്കും. എന്റെ അപ്പൻ വീട്ടിൽ വെക്കാണ് ഈ സാധനം. ആരും വെച്ചിട്ടില്ല. എന്റെ വീട്ടിലാരും വെച്ചിട്ടില്ല. എന്റെ തറവാട്ടിൽ വെച്ചിട്ടുണ്ട് എന്റെ അപ്പാപ്പനെ. എന്റെ വീട്ടിൽ അപ്പം വയ്ക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്റെ അപ്പ ഇത് എന്തിനു വെച്ചിരിക്കുന്നത്? അപ്പൊ അപ്പം പറയണം, മരിച്ചു കിടക്കുമ്പോ കേട്ടിട്ട് ഈ പാട്ട് കേട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആബേലച്ചനെ കൊണ്ട് ഈ വെലിച്ചൊപ്പീസ് കേട്ടിരിക്കുന്നത്. ഒന്ന് പാടിയോക്കാം. സമയം വരുമൊരു നാളോർക്കുക മർത്യാനി. ഇത് ചത്തവർക്ക് പറ്റുന്നത്. സമയം വരുമ്പോൾ ഒരു നാൾ ഓർക്കുക. മർത്യൻ എന്ന് പറഞ്ഞവർ മരിച്ചവരാണോ ജീവിച്ചിരിക്കുന്നവരാണോ? മർത്യൻ എന്ന വാക്ക് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പറയുന്നതാണ്, മരിച്ചവരെ ഒക്കെ പറയുന്നതാണ്. ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയാണ്, സമയം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ. ഇപ്പൊ പാട് എങ്കിലും പാട്. അന്ന് നമ്മള് വലിയ സൗദി വെച്ച് നാട്ടുകാർക്ക് എടുത്തിട്ട് നമുക്ക് തെറ്റില്ല. ഈ വായുവിനെ തൊണ്ടി കെട്ടി മൂക്കി 2 പഞ്ഞി വെച്ചിരിക്കും. ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാം കേൾക്കണോ? ഇത് ശരിക്കും നമ്മൾ മരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ആ മരിച്ച ആൾ ഓർക്കസ്ട്രയാണ്. ഇവരെ പോലെ തന്നെ
മാലാഖമാർക്ക് കറു വായിക്കാനും കീബോർഡ് വായിക്കാനുണ്ടോ? ആ മരിച്ച ആൾ മൈക്ക് എടുത്തിട്ട് നമ്മൾ കൂട്ടുകാരിക്കും ചെല്ലുമ്പോൾ എനിക്ക് അറിയാണ്ട് നീയും തരും, നീ വലിയ കരച്ചിലൊന്നും വേണ്ട, ഞാൻ വിട്ടുപോയി എന്നുള്ള കരച്ചിലും വേണ്ട, നീയും ഞാൻ പോയ സ്ഥലത്ത് വന്നിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ സന്തോഷം. അതുകൊണ്ട് നമ്മളിത് അറിയുമ്പോൾ ഒരു കാര്യം, ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് നീയും വരും. അപ്പൊ മരണം എന്നത് ഈ ലോകത്തെ സകല മനുഷ്യരുടെ യാഥാർത്ഥ്യം, അതാർക്കും പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ ആ പാട്ട് പറഞ്ഞാണ്, മരണം ഒരു നാളോക്കുക മത്യാവി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സൽകൃത്യങ്ങൾ ചെയ്യുക നീ. നമുക്കുള്ള ഏറ്റവും വലിയ അവസ്ഥ നന്മ ചെയ്യാനാണ്. പാപം ചെയ്യാൻ ഒരു അവസ്ഥയില്ല. അതിന് ഭയങ്കര തീഷ്ണതയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്, മരണം എന്ന ഒരു നാഴികയിൽ നീ നിൽക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ശരിക്കും ഞാൻ നിങ്ങളെ ഒരു പ്രാർത്ഥന ചെയ്തിട്ടാണ് ഇരുത്തിയത്. അത് ഏത് പ്രാർത്ഥനയാണ്? നിങ്ങൾ ഈ ഒന്നും നോക്കണം. ഈ പ്രാർത്ഥനയിൽ ഓർക്കണം പറയുമ്പോൾ പ്രാർത്ഥിച്ച്, ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ച്. ഇത് ആരോട് പറഞ്ഞ പ്രാർത്ഥനയാണ്? ആരെ പഠിപ്പിച്ച പ്രാർത്ഥന അറിയൂ? എന്തൊക്കെ ഇങ്ങനെ ചെല്ലിടില്ലേ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇത് ആർക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്? അറിയുന്നവരുടെ കൈകൊക്കെ അറിയുന്നവർ എത്ര ആരുമില്ല. അപ്പൊ ഇത് എങ്ങനെ ചെല്ലുന്നു? അറിയാതെ ഒരു പ്രാർത്ഥന നിങ്ങൾ എന്തുകൊണ്ട് ചെല്ലുന്നു എന്ന് ചോദിക്കും. ഇത് ഫാത്തിമയിലെ 3 കുട്ടികളോട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. അമ്മ ഒരിക്കൽ ഈ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തത് ടോം ആൻഡ് ജെറിയോ അതുപോലെ ശക്തിമാന്റെ സീരിയലുകളാണ്. അവർ കാണിച്ചു കൊടുത്തത് നരകമാണ്. ഈ 3 കുട്ടികളെയും കൊണ്ട് കാണിച്ചു കൊടുത്തു, മക്കളെ ഈ ലോകത്ത് അനേകം പോകുന്ന ഒരു സ്ഥലം കാണിച്ചു തരാൻ പറ്റും. ഞങ്ങൾക്ക് കാണിച്ച അല്ല റോമിലെ വല്ല മാർപ്പാപ്പയുടെ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ പാതിരൂപ്പിയുടെ വീടായിരിക്കും, കൊച്ചിയിൽ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്ന നരകം. ഈ ലോകത്ത് അനേകം പോകുന്നു മാധവ് കരയാണ്. ആ സമയത്ത് മാതാവിന്റെ ഹൃദയത്തിൽ ചോര ഒഴുക. ഈ പിള്ളേര് ഇതെന്താ നോക്കാൻ തിരിഞ്ഞ വർഷം 3 പിള്ളേർ കാലപ്പെട്ടത് തിരിച്ചു പറഞ്ഞു, അമ്മ ഇത് കാണാൻ പറ്റുന്നല്ലോ. ഇത്രയും അതിക്രൂരമായ സ്ഥലം ആരുള്ളതാ? അമ്മ പറയാ, ഈ ലോകത്ത് എന്റെ മകനെ ചതിക്കുന്ന എല്ലാവരും പോകുന്ന സ്ഥലം. അപ്പൊ ഏറ്റവും കൂടുതൽ അതായിരിക്കും പോകും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയാണ് ഏറ്റവും കൂടുതൽ പോകും. അടുത്തിരിക്കുന്നവരോട് പറയണം, അടുത്തിരിക്കുന്നവരോട് അങ്ങനെയാണെങ്കിൽ യേശുവിനെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് ആരായിരിക്കും? പറഞ്ഞോ, അച്ഛന്മാരുണ്ടോ? എല്ലാവരും ഉണ്ടോ? നിങ്ങളുണ്ടോ? ക്രിസ്ത്യാനി എന്ന് അഹങ്കരിക്കുന്നവർ ക്രിസ്തുവിനെ തള്ളി പറയാം, പറഞ്ഞ അനുഭവം. യേശു കർത്താവാണെന്ന് അതിനെ കൊണ്ട് ഹൃദയം കൊണ്ട് പറയുന്നവരാ എന്തിട്ടുള്ളൂ? നിത്യജീവൻ. ബൈബിളിൽ നിത്യജീവൻ, മരിക്കാതെ ജീവിക്കുന്ന സ്വർഗത്തിൽ പോകണം. ആ സ്ഥലത്തിന് പേരാണ് നിത്യജീവൻ. അതിന്റെ പേരാണ് സ്വർഗം. നരകത്തിന്റെ പേരെന്താ? മരിക്കില്ല. അപ്പൊ ഞാൻ പറയാം, ഞാൻ വ്യഭിചാരം ചെയ്ത് മരിച്ചിട്ടില്ല, ഞാൻ നരകത്തിൽ ഏത് സ്ഥലത്ത് പോകും? നരകത്തിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട്. അപ്പോ നരകത്തിൽ വ്യഭിചാരം ചെയ്തവർ മരിച്ചാൽ എവിടെ പോകും? വ്യഭിചാരികൾ മാത്രമുള്ള സ്ഥലത്തും. അപ്പൊ 24 മണിക്കൂർ വ്യഭിചാരം അവൻ മടുക്കും, നിർത്തി പരിപാടി. ഒരു മാസ്റ്റർബേഷൻ ചെയ്യണം, അതിന് നരകത്തിനുണ്ടായ അതിന് വിശുദ്ധർ പറഞ്ഞേ, ഇന്ന് നീ സുഖിക്കും, നാളെ ഇതിനെ പ്രതി കരയും. വിശുദ്ധരുടെ പഠനങ്ങൾ പഠിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഒരു കുർബാനയ്ക്ക് വേണ്ടി തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാൽ കർത്താവിനെ പാപം ചെയ്ത എന്റെ തിരു ശരീരത്തിനെതിരെ പാപം ചെയ്ത എന്താ ഈശോ പറഞ്ഞേ? അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുന്നവർ അവന്റെ തന്നെ ശിക്ഷാവിധി അവൻ എന്നു വീഴിക്കണം. അടുത്തിരിക്കുന്നവർക്ക് ശിക്കുന്നത് ഷെയ്ക്കിന് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കാതെ വിചാരിക്കണം. ഷെയ്ക്കിന് കൊടുക്കുക, കൈയെടുക്കില്ല, പിടിച്ചു എന്ന് പറയുന്നത്. അയോഗ്യതയോടെ എപ്പോഴെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷാവിധി കിട്ടിക്കഴിഞ്ഞോട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പറയേ ഷെയ്ക്കിന് കൊടുക്കും. ഞാൻ അടുത്തേക്കാണ് നിങ്ങൾ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കും. ഞായറാഴ്ച കമ്മ്യൂണിറ്റിയാണ് പറഞ്ഞു ഷെയ്ക്കിന് കൊടുക്കാൻ കഴിയും. ഇവിടെ ക്യാമറ ഷെയ്ക്കിന് കൊടുക്കും. എല്ലാവരും കൈ കൊടുക്കും. കൈ കൊടുത്താൽ അയോഗ്യതയോടെയാണ് ഈ അപ്പം സ്വീകരിച്ചെങ്കിൽ ആ കണ്ണടക്കാരൻ്റെ ആ കൈ കൊടുത്തു. അവൻ എന്നെ നോക്കിയിരിക്കുകയാണ്. ആ കണ്ണട വെച്ചിരിക്കുകയാണ്, ഒറ്റയ്ക്കിരിക്കുന്നത്. അയോഗ്യതയോടെയാണ് ഈ അപ്പം സ്വീകരിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ എന്റെ ശിക്ഷാവിധി എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാണ് പറയാ? ഞാൻ കുർബാന സ്വീകരിച്ചത് മദ്യം കഴിച്ചാൽ ആ കുർബാനയെ അയോഗ്യപ്പെടുത്തിയോ? പെടുത്തിയോ? ഞാൻ വിവാഹം കഴിച്ചിട്ട് വേറൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ എന്റെ ഭാര്യ അയോഗ്യപ്പെടുത്തിയോ? ഇതാണ് പാപത്തെ മനുഷ്യനെ എത്രമാത്രം നിസ്സാരമായിരിക്കാം, എന്നാൽ ശിക്ഷ അവന് പറയുന്നു കിട്ടില്ല. ഒരു ഉദാഹരണം
എല്ലാ ആഴ്ച ഒരു ഉദാഹരണം ശ്രദ്ധിക്കണേ. ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ ഒത്തിരിക്ക് മറന്നു എനിക്ക് മനസ്സിലാവില്ല. അതിനേക്കാൾ കഷ്ടം ഈ മാതാപിതാക്കൾ. ഇതെന്റെ അപ്പനാണ്. ശ്രദ്ധിക്കണേ, ഇതെന്റെ അപ്പൻ. ഈ അപ്പന്റെ മോനാണ് ഞാൻ. കിട്ടിയോ? ഇത്ര ക്ലിയറായ ഇതാണ് അപ്പൻ. സാങ്കല്പിക അപ്പൻ. കുഴപ്പമില്ല, അതിന് പറയാം മോനെ. ഇദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാണ്. എന്താണ് ഹൈക്കോടതി ജഡ്ജി? ഞാൻ ഒരു കൊലപാതകം ചെയ്തു. കൊലപാതകം ചെയ്ത് ഹൈക്കോടതിയിൽ കേസ് വരാം. എന്റെ അപ്പനെ രക്ഷിക്കണം ആഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലേ? പറയും. ഇങ്ങനെ ആട്ടി എന്താ ഇല്ലാന്നാണ് ഉണ്ടെന്നാണ്. ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിലിരിക്കുന്ന ഈ തല കൊണ്ടൊരു സാധനമില്ലേ, അതിന്റെ പോലെ തലാട്ടിൽ പറ്റില്ല വായിൽ നാവുമെന്നും പറയും. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? നീതിപീഠത്തിന് മുന്നിലാണ്. തെറ്റുകളെല്ലാം എനിക്ക് ചൂണ്ടിക്കാണിച്ചു. എന്താ കാരണം? എനിക്ക് സാക്ഷിമൊഴികൾക്കെതിരാണ്. എനിക്ക് രക്ഷപ്പെട്ട് മുന്നിൽ വഴിയില്ല. ഇദ്ദേഹത്തിന് ശിക്ഷിക്കാൻ പറ്റുമോ? ശിക്ഷിക്കാൻ പറ്റാതിരിക്കും. എന്റെ അപ്പൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കുന്ന ആഗ്രഹമുണ്ട്, വേണ്ടാന്ന് വെക്കാൻ ആഗ്രഹം. എന്നാൽ ഇദ്ദേഹം നീതിപീഠത്തിന് മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ തന്നേ ദൈവം അങ്ങനെ മനസ്സിലാക്കി പോയി. കിട്ടിയോ? എന്റെ അപ്പനൊക്കെയാ. എന്റെ അപ്പൻ മരിക്കുന്നത് വരെ അവസരം തരും. മരിച്ചു കഴിഞ്ഞിട്ട് നീ 1000 കരുണ കൊന്നു ചെല്ലിയാലും പിന്നെ എന്ത് 6000 കൊടുത്തിട്ട് ഗ്രിഗോറിയൻ കുർബാന ചെല്ലിയാലും നിന്റെ മക്കൾ സ്വർഗത്തിൽ പോകുന്ന ചിന്തിക്കില്ല. അച്ഛനെ പറയാം, കത്തോലിക്ക സഭയിൽ അച്ഛനെ പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങളിത് ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ എനിക്ക് തെളിയിച്ചാണ്. ഇന്ന് മനുഷ്യന് പ്രത്യേകത എല്ലാത്തരം ഉദാഹരണം ചെയ്ത് അവസാന സമയത്ത് പോകാം സാധ്യതയില്ല. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഐസിയുവിൽ പോകും. ഐസിയുവിൽ അപ്പച്ചൻ വയ്യാട്ട് കിടക്കാം. ഞാൻ അവിടെ ചെന്നപ്പോ ഈ അപ്പച്ചൻ ഐസിയു തുറന്ന് ഞാൻ ഇബ്രാനി കേട്ടിട്ട് രോഗിയുടെ ചെന്നപ്പോ പറയാം, അപ്പൻ വന്നൂലേ? ഞാൻ അപ്പൊ തിരിഞ്ഞു എന്നെ നോക്കിട്ട് പറയാ, അപ്പ ക്ഷമിക്കപ്പ. ഈ ചൂണ്ടിന്റെ ഇതുവരെ അപ്പനോട് ക്ഷമിച്ചിട്ടില്ല. ചാമം കിടക്കുമ്പോ അച്ഛൻ രോഗിയിലോട്ട് കൊടുക്കുമ്പോ അപ്പം വന്നാണത്. അവനെ കുറ്റപ്പെടുത്താം. മരണത്തിന്റെ വിരൽ വീണ താഴ്വരയിലൂടെ നീ നടക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ ആ മരണം നിന്നെ ശിക്ഷിക്കും. ഇത് നിസ്സാര കാര്യങ്ങൾ. കൊറോണ വന്ന് കുറെ മരിച്ചു, എല്ലാ സ്വർഗത്തിലെത്തിയിട്ടാവോ പറയുന്നത്? എന്തോ കണ്ണിൽ കണ്ട പാപം ചെയ്ത് അവിടെയാണ് അവിടെ വിധി വരണേ. അതുകൊണ്ട് സമയം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി കൂടെ പോരും നീ ഇപ്പൊ ഏത് ജീവിതം ചെയ്തോ അത് നിന്റെ കൂടെ വരുന്ന ശിക്ഷിക്കും. ഹല്ലേലൂയ. അടുത്തൊരു ചോദ്യം, നരകത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നത് ദൈവമാണോ പിശാചാണോ? കുറച്ച് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചേക്ക് പറയാം. എന്റെ സംശയങ്ങൾ പറയാം. കേസിൽ വന്ന സമയമുണ്ടെങ്കിൽ ഞാൻ എല്ലാം പറയാം. നരകത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിച്ചത് ഈശോയാണ്, പിശാചല്ല. നരകത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നത് ദൈവമാണോ സാത്താനാണോ? പറയാം. നിങ്ങളുടെ അഭിപ്രായം. സാത്താനാണ് പറഞ്ഞു വിടുന്നത് കൈവക്കുക. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞു വിടുന്നത് സാത്താനാണ് നമ്മൾ കൈവക്കുക. ആരുമില്ല, ഉറപ്പല്ല. ദൈവമാണ് നമ്മൾ കൈവക്കുക. ഇവർ രണ്ടുപേരും തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് വണ്ടി കയറി പോകണം, അങ്ങനെയുള്ളത് കൈവക്കുക. ഇതൊന്നും എനിക്കറിയില്ല. നരകം അതൊക്കെ ഉണ്ടോ? അതൊക്കെ ഈ ഭൂമിയിലല്ലേ. സഹനം ഉണ്ടെങ്കിൽ നരകം, സുഖം ഉണ്ടെങ്കിൽ സ്വർഗം ആണോ? സഹനം നരകമല്ല, സഹനമാണ് സ്വർഗം. അല്ലെങ്കിൽ ലോകത്തമ്മ ഇങ്ങനെ എഴുതി വെക്കണോ കബറിടത്തില്? സഹിച്ചതല്ല നേട്ടം, സുഖിച്ചതല്ല നഷ്ടം. അറിയോ ലോകത്തമ്മ കേട്ടിട്ടുണ്ടോ? അറിയാലോ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകം വായിച്ചു കൂടെ? വർഷങ്ങൾ മുഴുവൻ സഹിച്ചത് നേട്ടമായി എഴുതിയ സ്ത്രീയാണ്. അതുകൊണ്ടാണ് വിശുദ്ധയാവുന്നത്. ഹല്ലേലൂയ. നമുക്ക് സഹിച്ചാൽ അത് തകർച്ച, പിശാചിന്റെ ബന്ധനം. സഹനം വന്ന അപ്പ ബന്ധനം, സുഖം വന്ന ഒരു ബന്ധനം കേട്ടോ. പലരും സുഖിച്ച ബന്ധനം വരണം, സുഖത്തിലെ പലരുടെ ബന്ധനം വരണം. കൊണ്ട് സേവനം തിരിച്ചറിയാം. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കളഞ്ഞു. എന്താണ് വിധി? 2 വിധിയാണ് കത്തോലിക്ക സഭ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒന്ന്, മരിച്ച ഓൺ ദ സ്പോട്ടിൽ ഒരു വിധിയുണ്ട്. മരിച്ച ഓൺ ദ സ്പോട്ട്. അത് വെളിപാടിന് മുമ്പിൽ ഒരു പുസ്തകമുണ്ട്, യൂദാസിന്റെ ലേഖനം. ഒറ്റ പേജുണ്ട്. ഒറ്റ പേജ് ഒറ്റ അധ്യായമുണ്ട്. അതേ അധ്യായത്തിൽ അതുകൊണ്ട് പലപ്പോഴും ആ പേജ് നമ്മുടെ കയ്യിൽ പിടില്ല. നമ്മളിങ്ങനെ വെറുതെ എടുത്താൽ പോലും പേജ് പിടില്ല. നമ്മൾ പ്രാർത്ഥിച്ചെടുത്താൽ പോലും ചിലർ പിടില്ല. കാരണം എന്താ പറയുക, അവരെപ്പോഴും സങ്കീർത്തനത്തിലേക്ക് കൂടുതൽ കൈക്കൊള്ളില്ല. പിന്നെ പുതിയ നിയമത്തിൽ പഴയ നിയമം പോയി അപ്പാട്ടിയാണ്. അങ്ങനെ കുറെ കാഴ്ചപ്പാടുള്ള മനുഷ്യരുണ്ട്. ഒരിക്കലും പെൺകുട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രേമമാണോ യേശുവേ ഈ പ്രേമം ശരിയത്? അവിടെ നല്ല മൂത്ത പ്രേമമുണ്ടാ ചെയ്യാത്തത് ചോദിക്കുന്നത് മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചു. തകർച്ച നിന്റെ അടുത്തേക്ക് ശരിയായി
പുതിയ നിയമം പറഞ്ഞു ആ ശക്തിയോടെ സ്ത്രീയെ നോക്കുന്നവർ വ്യഭിചാരം ചെയ്തു. അപ്പോഴും ഒന്നുകൂടി പറഞ്ഞു ശരിക്കും തന്നെ ഇതൊക്കെ തെറ്റാ, ഇതൊക്കെ പിശാച് തന്നെ പറഞ്ഞു. മനുഷ്യൻ അങ്ങനെ വളച്ചൊടിക്കാൻ അറിയാം. കാരണം അവന്റെ ഉള്ളിലിരിക്കുന്നവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് പുറത്തുള്ളവന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എന്താണ് തലവേദന? ഒരു വ്യക്തി മരിച്ചാൽ വിധി കഴിഞ്ഞു. നിങ്ങൾ മരിക്കുന്ന വന്ന സ്പോട്ടിൽ ഇളയപ്പം വന്നോ വലിയപ്പം വന്നോ എന്റെ ഭാര്യ കരഞ്ഞില്ലല്ലോ, അതൊന്നും നോക്കില്ല. പച്ചമാരി മരിച്ചു കഴിഞ്ഞാൽ മെത്രാൻ വന്നില്ലല്ലോ, ആ മെത്രാൻ വരായിരുന്നു, ഞാൻ ആ രൂപത്തിൽ എന്തോ ഒരു ശുശ്രൂഷിച്ചത് വെറുതെയാണ്. ഇവരൊന്നും വരുന്നതാണ്. യൂദാസിന്റെ ലേഖനത്തില് 1-ാം അധ്യായത്തിൽ 9-ാം വാക്യം പറയുന്നതാണ്, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തിലൊട്ടി പിശാചിനോട് തർക്കിച്ചപ്പോൾ ഒരു നിന്നാമതരം പോലും ഉച്ചരിക്കാതെ ദൈവം നിന്നെ ശാസിക്കുമെന്ന് പറഞ്ഞു. ആരാണ് മിഖായേൽ മാലാഖ? നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ? ശരിക്കും മിഖായേൽ മാലാഖയുടെ ചിത്രം വരയ്ക്കുമ്പോൾ പിശാച് നിലത്തും മിഖായേൽ മാലാഖ കുരിശ് പിടിച്ചിട്ടുള്ള ചിത്രം എഴുതുന്നത് കൂടുതൽ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ 2 പേരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഒന്നും നമ്മുടെ മരണം അറിയിക്കുന്നത് മാലാഖയെ, അത് പിശാചല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ പിന്നിൽ നിന്ന് നീ മരണം നിന്നെ അറിയിക്കാൻ വരുന്ന ആരാണ്? ആത്മഹത്യ ചെയ്യുന്നല്ലോ. ആത്മഹത്യ ചെയ്യുന്ന പിശാച് അറിയിക്കും. അത് അവര് പിശാച് പറഞ്ഞതല്ല, ചാവ് പോയി. സാധാരണ മരണം വരിക്കുന്ന ആളെ മരണം അറിയിക്കുക ആരാണ്? മാലാഖ. അതാണ് നമ്മൾ പറഞ്ഞത്, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നൻ മരണത്തിൻ. ആ പ്രാർത്ഥനക്കാരൻ മാത്രം സന്ദേശം കേട്ടപ്പോ കേട്ടാ, മരിക്കുന്നവർ മരണത്തെ കുറിച്ചുള്ള സന്ദേശം കേൾക്കാം. നമ്മൾ മെസ്സേജ് എടുക്കുന്നവരുടെ അടുത്ത് പോകും. മാലാഖമാരുടെ മെസ്സേജ് എന്ന് പറയുന്നത് അവിടെ അസാധ്യ മെസ്സേജാണ്. ഇനി ഭൂമിയിൽ ഒറ്റാൾ മെസ്സേജ് എടുക്കില്ല അവരെ കുറിച്ച്. എന്നിട്ട് പറയാം, ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ കൊച്ചു തിരിച്ചിട്ടില്ല, എന്റെ കുഴപ്പമൊക്കെ എന്റെ എടുക്കണം, അതുകൊണ്ട് 5 ദിവസം കൂടി അവിടെ പ്രസവിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ സംഭവിക്കുമോ? അടുത്ത പരിപാടി, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല തന്നില്ല. ഇത് ചത്തിട്ട് കേട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് പറഞ്ഞ പാട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ ദൂതൻ ഇന്ന് പ്രാർത്ഥന കേട്ടൂലോ എന്ന് ചത്തിട്ടില്ല. അപ്പൊ ഒരു ദിവസം കൂടി സമയം തെല്ലും കുറച്ചുകൂടി സമയം നന്നായിട്ട് സിറ്റുവേഷൻ അടിച്ചു. മരണത്തെ പേടിക്കരുത്. മരണം എന്നത് സ്വർഗത്തിലെ ജനനമാ. ഇന്നീ ലോകത്തെ മനുഷ്യന്റെ ഭയം മരണമില്ല. ക്രിസ്തു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്ന ആരും മരിച്ചാലും ജീവിക്കും. അന്തോണിച്ച് ജീവിക്കുന്നില്ലേ? കാർലോക്കിസ് ജീവിക്കുന്നില്ലേ? ചാവറേച്ചൻ ജീവിക്കുന്നില്ലേ? എപ്രാസമി ജീവിക്കുന്നില്ലേ? നീ മരിച്ച ജീവിക്കോ? ചോദിക്കുന്നതിനോട്. നിന്നെ കൂടാതെ നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. കർത്താവിന്റെ വചനമാണ് കേട്ടോ. വചനത്തിന് മാറ്റം സംഭവിക്കുന്നു. നിന്നെ കൂടാതെ നിങ്ങൾ സഹോദരൻ 1000 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പാപത്തെ വെറുക്കുന്ന ദൈവമാണ് ദൈവം, അല്ല? യേശു ക്രിസ്തു പാപത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ദൈവവചനം പറയുന്നത് പാപത്തെ വെറുക്കുന്നവരാണ് ദൈവം. അതുകൊണ്ട് പാപം ചെയ്തിട്ട് നിങ്ങൾ എന്ത് കോപ്പെടുത്താലും അത് കോപ്പ് തന്നെ ഇരിക്കും, കാപ്പായി തീരും. അത് കൃത്യമായിട്ട് പറയാം. കോംപ്രമൈസ് ഇല്ലാതെ ജീവിച്ചു. പാപം ചെയ്യാൻ സിറ്റുവേഷൻ നല്ല അവസരവും വേണ്ടെന്ന് വെക്കുന്ന എന്റെ പൗരോഹിത്യം ഞാൻ അങ്ങനെ വിശ്വസിക്കും. എനിക്ക് സിനിമയ്ക്ക് പോവാം, എല്ലാത്തിനും പോവാം, എല്ലാ ചിങ്കാരികളത്തിനും നിമിത്തുള്ള എല്ലാ പെരുന്നാളും പോയി നടക്കാം. അങ്ങനെ ചെയ്തിട്ട് അച്ഛനേക്കാൾ ഭേദം ജീവിക്കാണ്ട് 100% ചതവൊന്നുമില്ലാത്തതാണ്. അങ്ങനെ ചെയ്യുന്ന ശ്രമം അതാണ് ക്രിസ്ത്യാനി. പേക്കൂത്ത് കഴിച്ച് എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്ത് അത് കഴിഞ്ഞ് തകരും ഒരു വരവുണ്ട്. എന്തുകൊണ്ടാണ് വരണമെന്ന് ഞാൻ എന്റെ അപ്പനമ്മയും കാണുന്ന കാര്യമുണ്ട്. എന്നും പള്ളിയിൽ ധ്യാനകേന്ദ്രം എന്റെ അപ്പനമ്മ ഇവിടെ വല്ലപ്പോഴും എന്നെ കാണാം. നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ശ്രമം സഹനമില്ലാതെ ഞാൻ പറഞ്ഞു, ഒരു തകർച്ചയില്ല. പോയി പുതുക്കാൻ ഇഷ്ടം. ഞാൻ വിളിച്ച് പറയാം, ചെന്ന് നോക്കാം എന്റെ അപ്പനമ്മ എന്ത് സുഖമായിട്ട് 86 വയസ്സിൽ ഒരു രോഗമില്ല ശ്രമം. ഞാൻ പോകാൻ ഒറ്റ മോനെ ഇവിടെ ഇരിക്കണ്ടല്ലോ. ഞാൻ വീട്ടിൽ പോയി കാലം പറഞ്ഞു, ഹോസ്പിറ്റൽ ഞെരുങ്ങി കയറുന്നില്ലല്ലോ. കൊറോണ വന്നപ്പോ എന്റെ അപ്പനമ്മ പള്ളിയിൽ പോയല്ലോ. മനസ്സിലായോ? ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുത്താൽ ദൈവം അവന്റെ ഭവനത്തിന് വേലി കിട്ടി. അല്ലാതെ സങ്കീർത്തനം 91 1000 പ്രാവശ്യം ചെല്ലുന്നല്ല. അത് ജീവിച്ചിട്ട് പറയും കിട്ടണില്ല, ദൈവം തന്നിരിക്കും. ജീവിക്കാതെ 1000 പ്രാവശ്യം പറഞ്ഞാലും അത് തൊട്ടുപോകില്ല. ഒന്ന് ഞാൻ പറയാം, ഈ മരണ ദിനങ്ങളിൽ നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
എൻ്റെ മരണത്തെ ഓർത്ത് ഞാൻ അനുഭവിക്കും. അവിടെ കണ്ടുപിടിക്കും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് പൊറുക്കണമേ. പ്രത്യേകിച്ച് നരകത്തിന്റെ അഗ്നിയുടെ ഇരയിൽ നിന്ന് എല്ലാ ആത്മാക്കളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ മരിക്കാനിരിക്കുന്ന ആത്മാക്കൾക്കും എൻ്റെ മരണം നേരത്തും കിട്ടാൻ ആഗ്രഹിക്കാം. നമുക്കൊരു നിമിഷം കർമ്മഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കാഴ്ച സമർപ്പണത്തിലുള്ളത് നമ്മുടെ കർമ്മമെടുക്കാം. ഒരു വിധവ തൻ്റെ ഒട്ട് നാണയം കൊടുക്കാൻ വേണ്ടി അവൾ ഉള്ളതിൽ നിന്നാണ് കൊടുത്തത്. അവൾ കൊടുത്തപ്പോൾ ദൈവം അവളോട് പറഞ്ഞു, നീ ഉള്ളതിൽ നിന്ന് ക്ഷമിച്ചപ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടു. മക്കളെ, നമുക്കും പ്രാർത്ഥിക്കാം. കൊടുക്കുകയാണെങ്കിൽ സ്നേഹത്തോട് കൊടുക്കാം. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തിന് മരിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിന് എല്ലാം സമർപ്പിക്കാം. കഥ ഏറ്റെടുക്കണമേ. ഈ ദിവസം, ഈ നവംബർ മാസം ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ വലിയ കരുണ, നിന്റെ വലിയ കൃപ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ പേരും ആത്മാവിന്റെ കൃപയാണ്, അഭിഷേകത്താൽ നിറയപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കാര്യങ്ങൾ എത്തിപ്പിടിക്കാം. കൊടുക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വലതിലും എത്തിപ്പിടിക്കാം. ഹൃദയത്തോട് ചേർത്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ വേദനകളായി കടന്നു വന്നതിനെ നിനക്കറിയാലോ. ഹൃദയ നൊമ്പരങ്ങൾ അറിയുന്ന ദൈവമാണ്. ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് ദൈവീക ശക്തി കൊടുക്കാൻ, സങ്കടങ്ങളുടെ വേദനകളുടെ നടുവിലും പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് നേരിട്ട് ചൊല്ലാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ പവിത്രമായ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ശിരസ് മുതൽ ഉള്ളക്കാല് വരെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നോ രോഗപീഠകളിൽ നിന്നോ എന്നെ രക്ഷിക്കണമേ. കാൽവരി മലയിൽ എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ വിലയേറിയ രക്തമേ, എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. കർത്താവേ, എന്റെ ഭവനത്തിന് ചുറ്റും, എന്റെ സ്ഥാപനത്തിന് ചുറ്റും, എന്റെ വാഹനങ്ങൾക്ക് ചുറ്റും, എന്റെ തൊഴിൽ മേഖലകൾക്ക് ചുറ്റും, എന്റെ കുടുംബത്തിന് ചുറ്റും, എന്റെ മക്കൾക്ക് ചുറ്റും, എന്റെ ജീവിത പങ്കാളിക്ക് ചുറ്റും അങ്ങയുടെ രക്തത്തിന്റെ സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ യാചനപൂർവ്വം വിളിച്ച് പ്രാർത്ഥിക്കുക. തിരുവനന്തപുരത്ത് തെളിക്കുമ്പോൾ ശക്തമായി പ്രാർത്ഥിക്കുക. പിൻപന്ന താമസമുള്ള പാവങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷങ്ങളിൽ നമ്മൾ ആദ്യങ്ങൾ പ്രാർത്ഥിക്കണം. അവരേക്ക് ഓർക്കുക. ഈശോയുടെ തിരുവനന്തപുരത്ത് തെളിക്കപ്പെടുമ്പോൾ വലിയ വിടുതൽ സംഭവിക്കുവാൻ ആഗ്രഹിക്കും. യേശുവേ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ, യേശുവേ. നിലവിളിക്കുന്ന പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളാണ് ചേർത്ത് വയ്ക്കുന്നത്. നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കണം. കരുണവാനായ കർത്താവേ, പ്രത്യേകമായിട്ട് ഈ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങളെയും യുവാക്കളെയും സമർപ്പിക്കുന്നു. വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ദൈവിക ഹിതങ്ങളിലേക്ക് നിറവേറാനും അവരുടെ പഠനങ്ങളിലും ജീവിതത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവഹിതം എന്താണോ അവരെ കുറിച്ചുള്ളത് അത് അവരെ സംഭവിക്കാനുള്ള കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, സമൂഹത്തിലുള്ള എല്ലാ മാതാപിതാക്കളെയും കുടുംബജീവിതം നയിക്കുന്ന അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു.
സാമ്പത്തിക ക്ലേശങ്ങളാലും ദാരിദ്ര്യത്തിന്റെ വേദനകളാലും കരയുകയും വേദനിക്കുകയും ചെയ്യുകയും സാമ്പത്തികമായ അധ്വാനത്തിൽ വളർച്ചയില്ലാതെ തകർന്നിരിക്കുന്ന എല്ലാ കുടുംബത്തിലേക്കും സക്കീബൂസിന്റെ ഭവനത്തിൽ കർത്താവ് കടന്നു നിന്നതുപോലെ ലാസറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചതുപോലെ ഇന്നത്തെ ശുശ്രൂഷ വഴി ഇവരെ ഓരോരുത്തരുടെ നിയോഗങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിലുള്ള എല്ലാ രോഗികളെയും ശാരീരികവും മാനസികവും എല്ല് തേയ്മാനം, ക്യാൻസർ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, വിട്ടുമാറാത്ത പനി, ശാരീരിക ക്ലേശങ്ങൾ മൂലം വേദന അനുഭവിക്കുകയും വിട്ടുമാറാത്ത പല രോഗങ്ങളാൽ വേദന അനുഭവിച്ച് സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ മക്കൾക്കും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വഴക്കുകൾ, ഭിന്നതകൾ, വിവാഹമോചനങ്ങൾ, പ്രത്യേകമായി കുടുംബത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്ന വഴക്കുകൾ, മദ്യപാന ലഹരികൾ, മയക്കുമരുന്നിന്റെ അടിമത്തങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത കുടുംബ വഴക്കുകൾ, ഭിന്നതകൾ വിട്ടുപോകാനും തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്ക് വിടുതൽ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജെറുസലേം വചന കൂടാരത്തെയും 29ാം ജെറുസലേം വചന കൺവെൻഷനെയും പ്രത്യേകമായി ഇവിടെ നടക്കുന്ന സൗഖ്യ ആരാധന ഓൺലൈൻ ശുശ്രൂഷകളെയും നാളെ നടക്കാനിരിക്കുന്ന വെള്ളിയാഴ്ച ശുശ്രൂഷയെയും ഇന്നും നാളെയും ഈ ആലയത്തിൽ കടന്നു വരുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിത നിയോഗങ്ങളെയും പ്രത്യേകമായി ഈ ആലയത്തെ സഹായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രത്യേകമായി ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ്യവാനാകർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ സഭയെ പ്രത്യേകം സമർപ്പിക്കുന്ന വൈദികരെ, സന്യസ്തരെ, അതുപോലെ അഭിവന്യ പിതാക്കന്മാരെ, ധ്യാന കേന്ദ്രങ്ങളെ, വചന കൂടാരങ്ങളെ, പ്രത്യേകമായി ഇപ്പോൾ നടക്കുന്ന കൺവെൻഷൻ ഗ്രൗണ്ടുകളെ, നടക്കാനിരിക്കുന്ന വചന വേദികളെ, പ്രത്യേകമായി ഇടവക ദേവാലയങ്ങളെ, അഭിവന്യ പിതാക്കന്മാരെയും രൂപത അധ്യക്ഷന്മാരെയും പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ സഭയിൽ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഭിന്നതയുടെ അനുഭൂതികൾ വിട്ടുപോയി സമാധാനവും സന്തോഷവും സഭയിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ നിയോഗങ്ങൾ ഒരു നിമിഷം സമർപ്പിക്കും, ഒരു നിമിഷം പ്രാർത്ഥിക്കും. നമ്മൾ മരിച്ചുപോയ എല്ലാ മക്കൾക്ക് ഈ ആശീർവാദ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ മാതാപിതാക്കൾ ആരെങ്കിലും ഈ സ്വയം ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിക്കും. അമ്മമാരായ നമ്മിൽ നിന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വന്നിട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അബോർഷൻ വഴിയല്ല, ചിലപ്പോൾ പ്രായം തികയാതെ 1 മാസത്തിനുള്ള 2 മാസം ബ്ലീഡിംഗ് ആയിട്ട് നഷ്ടപ്പെട്ട അങ്ങനെ മിസ്കാരിങ് ആയ കുഞ്ഞുങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ കൊണ്ടൊരു തെറ്റ് ചെയ്യേണ്ടി വന്നു, അബോർഷൻ പോലെ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ചില ആത്മഹത്യകൾ, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അവരൊക്കെ ഓർക്കണം. അതുപോലെ നമ്മുടെ ഇടവകയിൽ മരിച്ചു, നമ്മുടെ സുഹൃത്തുക്കളിൽ മരിച്ചുപോയ അപകട മരണങ്ങൾ അങ്ങനെ മരിച്ചുപോയി ഓർക്കാം. നമുക്ക് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുള്ളതാക്കാൻ മരണത്തിനപ്പുറമുള്ള പ്രാർത്ഥനയേക്കാൾ ജീവിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് വിലയും. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഓർക്കാം. മരണത്തോട് മല്ലടിക്കുന്ന ഓരോരുത്തരോട് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ദൈവവചനത്തിലുള്ള എല്ലാ വചനത്തിന്റെ ശക്തികളെ, ഈ സമൂഹത്തിന്റെ മേലുള്ള തിന്മയുടെ ആധിപത്യങ്ങളെ, വിശുദ്ധ പുരുഷന്റെ ശക്തിയെ വിടുതൽ സംഭവിക്കട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് സന്ധിപാദങ്ങൾ നേടിയാകട്ടെ, എല്ലാ മാർഗങ്ങളും സന്ധിപാദിക്കട്ടെ, സന്ധിപാദിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. ഈ സമയങ്ങളിൽ കൂടുതൽ സംസാരിക്കട്ടെ, പലമാവതിൽ യേശു നാമത്തിൽ സംഭവിക്കട്ടെ.
ഇന്ന് ഒരു വിശുദ്ധയുടെ തിരുനാൾ ദിവസം. ഇന്ന് ഏത് വിശുദ്ധയുടെ തിരുനാളെന്ന് അറിയും? ഇന്ന് എൻ്റെ അടുത്ത വീട്ടിൽ ചേച്ചിയുടെ ബർത്ത്ഡേ എനിക്കറിയാം, എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ അറിയാം. ഇന്നത്തെ വിശുദ്ധയുടെ പ്രത്യേകത വിശുദ്ധ ജത്രൂദ് എന്ന് പറയും. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധയാണ് ജത്രൂദ്. ആ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ പറഞ്ഞത്, ഒരു വ്യക്തി നല്ല വിശുദ്ധിയോട് ബലിയർപ്പിച്ച് ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ പങ്കെടുത്ത് ഈ പ്രാർത്ഥനയെ 1000 ആത്മാക്കളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനാണ്. വിശുദ്ധ ജത്രൂദ് ആണല്ല കേട്ടോ, അത് പെണ്ണാണ്, സ്ത്രീയാണ് കേട്ടോ. ജത്രൂദ് എന്ന് പറഞ്ഞൊരു സിസ്റ്റർ പോലത്തെ ഒരു വിശുദ്ധയാണ്. നിങ്ങൾ ജത്രൂദ് എന്ന് പറയുന്ന ആണാണ് വിചാരിക്കരുത്, ഒരു വിശുദ്ധയാണ്. വിശുദ്ധ ജത്രൂദാണ്. നമുക്ക് എഴുന്നേറ്റ് വെക്കാം, നമുക്ക് കരങ്ങൾ കൊടുക്കാം. നമ്മുടെ കരങ്ങൾ വിശുദ്ധ കുരിശിന്റെ അടയാളത്തോടെ നോക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ